സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അങ്ങനെ കുറേ നാൾക്ക് ശേഷം ഗൈസ് നമ്മൾ ഫ്രീ ഫയർ കളിക്കാൻ പോവുകയാണ് ഗൈസ്. ഹെഡ് ഷോട്ട് കണ്ടിട്ടുണ്ടോ? 2 വർഷത്തിന് ശേഷം ഫ്രീ ഫയർ കളിക്കുന്ന ഒരു പ്ലെയറിന് ഹെഡ് ഷോട്ട് കണ്ടിട്ടുണ്ടോ? നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. സോ ഗൺ എടുത്ത് റെഡി ആയിക്കോ ഫൈറ്റിന്. ഒരു സമയമായിരുന്നതാ. ഓക്കെ നോക്കോ ഫോട്ടോ. ഓ M10 40 ബൈക്ക് വരുന്നു. ഓക്കെ ഡൗൺ. ഓ ഡിഡിക്കോ ചാരാ സ്കില്ല് പണയം വെച്ചിട്ടില്ല. ഓക്കെ പണ്ടത്തെ ഏതാ ഇമോട്ട് എടാ എനിക്ക് നോക്കില്ല കണ്ടോ ആടാ. നൈസ് മണ്ടൊക്കെ എടാ 150 നൈസ്. നോക്ക് ഇപ്പൊ ചാടും പറയും 38. നോക്കെ ലാസ്റ്റ് എഴുതി. ഞാൻ ഗെയിം കളിച്ചിട്ടേ അത്യാവശ്യം നല്ല സമയമായി. ഐ മീൻ കുറേ എടാ മില്ലിലിറങ്ങി. ഞാനൊക്കെ പണ്ട് മില്ലിൽ വൈപ്പെടുത്തുന്ന കാലം ഉണ്ടായിരുന്നു എനിക്ക്. ഇത് കളിച്ചിട്ട് കുറേ ആയി. മില്ലില് സ്ക്വാഡ് വൈപ്പ്. മില്ലിൽ ഞാൻ ഇന്ന് ഒരു 1v4 എടുത്തിരിക്കും. എന്നിട്ട് ഹെഡ് ഷോട്ട് കണ്ടിട്ടുണ്ടോ? 2 വർഷത്തിന് ശേഷം ഫ്രീ ഫയർ കളിക്കുന്ന ഒരു പ്ലെയറിന് ഹെഡ് ഷോട്ട് കണ്ടിട്ടുണ്ടോ നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. സോ ഗൺ എടുത്ത് റെഡി ആയിക്കോ ഫൈറ്റിന്. ബ്രോ വി ആർ ആൾവേസ് റെഡി. ഇറങ്ങുന്ന അടിക്കണം. ഓടിക്കോ. ഇതുവഴി ഓടി അങ്ങത്തൂലേ. എന്റെ ഞാൻ വക്കീലായിട്ട് വരാം, നീ സംസാരിക്കേ. ഞാൻ വക്കീലുമായിട്ട് വരാം. രണ്ട് നോക്കി ഇറങ്ങിയപ്പോ തന്നെ ഡാംബ്രോടാ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇവന്മാർക്കൊന്നും M60യുടെ വില അറിഞ്ഞോ? ഒരു ടൈം ഉണ്ടായിരുന്നു ഈ M60 എടുത്തിട്ട് ഇങ്ങനെ കേളന്നിട്ട് ഗൈസ് പറഞ്ഞോ മരം തലയടക്കം ഒരു അടി ഉണ്ടായിരുന്നു. അത് തുടക്കം ടൈം. അത് ഫ്രീ ഫയർ കളിച്ച് തുടങ്ങിയവർക്ക് അറിയാം ആ ഒരു ഫീല്. നിനക്കൊക്കെ ഇപ്പൊ ഭയങ്കര പുഞ്ഞോടാ M60 എന്നൊക്കെ കേൾക്കുമ്പോ. ഒരു സമയം ഉണ്ടായിരുന്നോ M60 എന്നൊക്കെ പറഞ്ഞാ പിടിക്ക ഉറക്കും, സ്കെച്ചിട്ട് കത്തിക്കും. ഇതൊക്കെ ഒരു സമയമായിരുന്നതാ. ഓക്കെ നോക്കോ UMBO ബ്രോ ഞാൻ പറഞ്ഞില്ലേ സ്കില്ല് വിട്ട് കളിച്ചിട്ടില്ല. 2 ഇയർ വെച്ചാണോ കളിക്കണേ? ഓ ക്രിസൊക്കെ പണ്ട് ഇച്ചിരി വിഷയമായിരുന്നേ. ഇപ്പോഴാണേ കുറച്ച് സീനായത്. ഇപ്പൊ നമ്മള് ഗെയിമിൽ നിന്ന് ഇപ്പൊ ഇറങ്ങിയിട്ട് തിരിച്ച് കയറിയെന്ന ഒരു ഇതേ ഉള്ളൂ. 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാലേ 1v1 വരും ബ്രോ. നീ 1v1 വരും. റോഡിലൂടെയാണാടാ സൈക്കിൾ ഓടിക്കുന്നേ. ഇവിടെ ഈ മില്ലിന്റെ താഴെ പണ്ട് എന്തോ ഒരു പ്രേതത്തിന്റെ ഏലിയന്റെ എന്തോ സിമ്പിൾ ഉണ്ടെന്ന് പറഞ്ഞ് ഷോർട്സ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അറിയാമായിരുന്നോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? ഈ മില്ലിന്റെ ആ സൈഡിലായിട്ടൊരു ഏലിയന്റെ എന്തോ ഒരു സാന്നിധ്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ ഒരു കണ്ട സാധനം ഇറങ്ങുമായിരുന്നു. ഒരു സമയം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഫ്രീ ഫയർ ഒന്നും അറിഞ്ഞൂടൂ. ഞാൻ കളിച്ച സമയം ഉണ്ടായിരുന്നു. അതായത് ഒരു പൂച്ചക്കുട്ടിയുടെ ലോബി ഇന്റർഫേസ് തന്നെ ഒരു പൂച്ചക്കുട്ടിയുടെ ഫോട്ടോയാണ്. ഒരു വിഷയം ഒരു കുഴപ്പമില്ല. ഓക്കെ സക്സസ്ഫുള്ളി പണിവാളി. M10 40 ഞാൻ പറഞ്ഞില്ലേ പണ്ടേ സീനാണ് അത്. ബോട്ടെന്ന് ആരെയും കമന്റ് ഇട്ടാ ദൈവമേ അവൻ നശിച്ചു പോട്ടെ.
എടാ എനിക്ക് ഒരു ബാഗ് മേടിച്ചാടാ. ബാഗിലടാ ഇപ്പോഴും എൻ്റെ മിഷീനെ കൊള്ളത് നന്നായി. അതൊന്നും എടുത്ത് കളഞ്ഞില്ലല്ലോ കേരിനെ. സന്തോഷം. പോക്കറ്റ് ഞങ്ങക്ക് എവിടെ ഇരുന്നാലും നമുക്ക് പൊക്കാൻ പറ്റും. പോക്കറ്റോ? കയ്യില് മിഷൻ ഉണ്ടാവും. ഇതെന്താ ഡ്രോണാ? ഹീൽ UA ഇതൊക്കെ എന്താടാ? അതാണ് ഗറീന. ക്രോണോക്ക് സ്കില്ലോ? ഓ ക്രോണോയുടെ സ്കില്ലൊക്കെ നമുക്ക് ഇനി വാങ്ങാൻ പറ്റും. ഗെയിം ചുമ്മാ അല്ല കോളനി ആയത്, എല്ലാവരും നിർത്തിപ്പോയത്. പണ്ട് ഐഡിയ ബില്ലിംഗ് ഉണ്ടല്ലോ, എയർടെൽ സിമ്മിനകത്ത് മറ്റേ റീചാർജ് ചെയ്ത് ഇട്ടിട്ട് അത് വെച്ച് ക്രോണോ വാങ്ങിച്ചൊരു കാലം എനിക്കുണ്ടായിരുന്നു. ഞാൻ വോഡഫോൺ. പ്രശസ്തി ഇല്ല. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. നിങ്ങൾക്ക് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ വോഡഫോൺ ബില്ലിംഗ് ഒക്കെ? ഇപ്പോഴത്തെ പിള്ളേർക്ക് ഫ്രീ ഫയറിനെ പറ്റി അറിയൂടാ. ഒരു സമയം ഉണ്ടായിരുന്നു ബ്രോ. പൈസ കൊടുത്ത് ടോപ്പ് ചെയ്യാൻ വേണ്ടി ഒന്നല്ല റെഡിയും കൂടെ, അല്ലെങ്കിൽ വോഡഫോൺ ബില്ലിങ്ങിന് വേണ്ടി സിമ്മില് റീചാർജ് ചെയ്ത് എന്നിട്ട് ആ സിം ഒറ്റണത്തിന് കോൾ വിളിക്കാൻ കൊടുക്കില്ല. ഞാൻ സിം റീചാർജ് ചെയ്തിട്ട് ആർക്കും കോൾ വിളിക്കാൻ കൊടുക്കില്ല. ആ ഫോൺ മാറ്റി വെക്കും. വിളിച്ച് പൈസ തീർക്കുവേ. എന്നിട്ട് ആ പൈസക്ക് ടോപ്പ് വരാതെ നേരത്തെ ടോപ്പ് ചെയ്യും. ഡ്രോപ്പ് എടുക്കും. ഞാനൊക്കെ ആണെങ്കിൽ ഈ വീട്ടിൽ നിന്ന് ടോപ്പ് ചെയ്ത് തരൂല. അതായത് ഞാൻ ചാനൽ ക്ലിക്കാവുന്ന ടൈമിൽ ക്ലിക്ക് ആവുന്നതിന് മുമ്പ് വീട്ടിൽ ടോപ്പ് ചെയ്ത് തരൂല. അപ്പോഴത്തേക്കും കോൾ വിളിക്കാനെന്ന് പറഞ്ഞ് വീട്ടിൽ അമ്മയെടുത്ത് പറഞ്ഞിട്ട് ഫോൺ റീചാർജ് ചെയ്യിപ്പിക്കും. അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് റീചാർജ് ചെയ്യിപ്പിച്ചിട്ട് ഞാൻ ആ പൈസക്ക് ടോപ്പ് ചെയ്യും. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? എനിക്കറിയത്തില്ല ഗൈസ്. നിങ്ങൾ 2017 ഫ്രീ ഫയർ കളിച്ച ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഗൈസ്. ആ സ്ഥലത്ത് വെച്ച് എനിക്ക് അതൊക്കെയാണ് കൂടുതൽ ഓർമ്മ. കാരണം അവിടെ വെച്ചായിരുന്നു നമ്മൾ കൂടുതൽ അലോക്കിനൊക്കെ ഗീവ് എടുത്തത്. അവിടുത്തെ ബൈക്ക് വരുന്നു. ഓക്കെ ഡൗൺ. ക്രിസ് സ്കില്ല് പണയാൻ പറ്റില്ല. ഓക്കെ അക്കൗണ്ട് മാത്രമേ പണയാൻ പറ്റില്ല. ഒരു കാലം ഒരു ഹെഡ് ബീറ്റിന് വേണ്ടി അടുത്ത് വരുന്ന ചേട്ടാ ഒരു അലോക്ക് തരുവോ ചേട്ടാ? എത്ര നാളത്തെ ആഗ്രഹം എന്നറിയോ? ഒരു അലോക്ക് തരുവോ ചേട്ടാ? ചേട്ടാ ചേട്ടാ ചോറ് കഴിച്ചിട്ടില്ല ചേട്ടാ, ഒരു അലോക്ക് തരുവോ ചേട്ടാ? ക്ലാസ്സിൽ വീട്ടിൽ ഒരു അലോക്ക് തരുവോ? അലോക്ക് അലോക്ക് അലോക്ക്. എടാ ഇറങ്ങി വാടാ, ധൈര്യം ഉണ്ടെങ്കിൽ കളിക്കാൻ ഇറങ്ങി വാടാ. കയറാൻ പറ്റില്ല. ഇറങ്ങി വരാനേ പറഞ്ഞോളൂ, അടിക്കാൻ പറഞ്ഞില്ല. ഇവിടെ ഇവിടെ ഉണ്ട്. നീ തീർന്നടാ, നീ തീർന്നു. ആ കൂടെ 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 പൈസ ഡോണ്ട് വരി. ഞാൻ അവന് ബോട്ടാ 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 ബോട്ടാ. എന്റെ നേരെ പണ്ടത് ഏതാ? ഇമോട്ട് 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 ഇമോട്ട്. എടാ എനിക്ക് നോക്കി നോക്കില്ല. നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെ മറ്റേ ചെയ്തിട്ടുണ്ട് ചാവല്. എവിടെ നടി? മേളില് 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 മേളില്. അവിടെ നീ അവിടെ നടക്കുക. ഞാൻ ഇവിടെ ഡാമേജ് കൊടുക്കാം. ഇവിടെ ഡാമേജ് കൊടുക്കാൻ നോക്കാം. നീ അവിടെ സപ്പോർട്ട് ഞാൻ പുഷ് ചെയ്യട്ടെ. മേളില് മേളില് ഏറ്റവും ടോപ്പിലുണ്ട് ടോപ്പിലുണ്ട്. നൈസ് 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 നൈസ്. നിന്റെ ബാക്കിൽ നീ നിൽക്കണ വേണ്ടി ഞാൻ ഇവിടെ സപ്പോർട്ട് ചെയ്യാമേ. നീ ഒരു കാര്യം ചെയ്യാം, അവനെ പുറത്തിറക്കാൻ നോക്കാം. ഞാൻ ഇവിടെ സപ്പോർട്ട് ചെയ്യാം. കോഡുണ്ട് മണ്ടൊക്കെ. എടാ 150 നൈസ്. നോക്ക് നോക്ക് നോക്ക്. രണ്ടുപേരും കൂടി ഒരുത്തൻ 4 എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മറ്റേ സിമെന്റ് വിട് എന്റെ ഓപ്പോസിറ്റ്. വീടിനകത്താണോ? ആ വീടിന്റെ അടുത്തത്. അല്ലല്ല ഇറങ്ങട്ടെ. വീടിനകത്തേക്ക് ഞാൻ കണ്ടിട്ടില്ല. സോണി കൂടി ഇപ്പൊ അടിയിലേക്ക് ഇറങ്ങും. ഇപ്പൊ താഴെ കാടും. നോക്കാം. നീ കവറില്ലേ? ഇപ്പൊ ചാടും 38. നോക്കെ ഏതാ മൂയാ? എടാ ഇച്ചിരി സീനാണെന്ന് ഞാൻ പണ്ടേ പറഞ്ഞേരുതേ. മൂയ അടിച്ചേരുതേ. കിട്ടിയേ.
അളിയെ റെക്കോർഡ് ചെയ്യാൻ മറന്നു ഗൈസ് ബൈ ബൈ